പ്രവാസി പെൻഷൻ പ്രതീക്ഷയുടെ നിക്ഷേപമോ അതോ കടുത്ത ടെൻഷനോ? നാടിന്റെ നെടുന്തൂണുകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രവാസികൾ സ്വന്തം വിയർപ്പും ചോരയും വിദേശ മണ്ണിൽ പകുത്തു നൽകി ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയ മനുഷ്യർ വിദേശത്ത് ആകാശത്തോളം ഉയരമുള്ള സ്വപ്നങ്ങളുമായി വണ്ടി കയറുമ്പോൾ ഓരോ പ്രവാസികളുടെയും ഉള്ളിൽ ഒരു ആദിയുണ്ട്. നാളെ എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് ഒരു താങ്ങാവാൻ ആരുണ്ട് എന്ന ചോദ്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ മറ്റൊരു രാജ്യത്ത് ചെലവഴിക്കുന്നു. വെയിലും ചൂടും തണുപ്പും സഹിക്കുന്നു. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. സ്വന്തം മക്കളുടെ ബാല്യവും മാതാപിതാക്കളുടെ വാർദ്ധക്യവും പലപ്പോഴും ഫോണിലൂടെ മാത്രം കാണുന്നു. എന്തിനാണ്? ഒരേ ഒരു പ്രതീക്ഷയിൽ, ഇന്ന് ഞാൻ മാറ്റിവെക്കുന്ന ചെറിയൊരു തുക നാളെ എൻ്റെ ജീവിതത്തിൻ്റെ താങ്ങായി മാറും. ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപേ കേരള സർക്കാർ പ്രവാസി ക്ഷേമനിധി ബോർഡും പ്രവാസി പെൻഷനും ആരംഭിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത വിദേശ മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആ സുവർണ പദ്ധതി, അന്നത് പ്രവാസികൾക്കൊരു വലിയ ആശ്വാസമായിരുന്നു, ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷാ നിക്ഷേപം. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷയോടെ തുടങ്ങിയ ആ പദ്ധതി ഇന്ന് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ നെഞ്ചിലെ ഒരു വലിയ ടെൻഷനായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 മാസമായി പ്രവാസി പെൻഷൻ പൂർണ്ണമായി മുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ? പ്രവാസികൾ ഇത്രയധികം ആശ്രയിക്കുന്ന ഈ പദ്ധതി എങ്ങോട്ടാണ് പോകുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, പ്രവാസി പെൻഷൻ എവിടെ? മാസം തോറും അംശാദായം അടച്ചവർക്ക് പെൻഷൻ ലഭിക്കാതെ പോയിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പെൻഷൻ കിട്ടുമോ? എപ്പോൾ കിട്ടും? കുടിശ്ശിക എപ്പോൾ തീരും? പദ്ധതി മുന്നോട്ട് പോകുമോ? അംശാദായം ഇനി അടയ്ക്കണോ? അടയ്ക്കാതെ നിന്നാൽ എന്താകും? ഇവയ്ക്കൊക്കെ ഒന്നും വ്യക്തമായ മറുപടി ലഭിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രവാസി പെൻഷൻ എന്നത് ഒരു പെൻഷൻ പദ്ധതി മാത്രമല്ല, പ്രവാസികളുടെ വലിയൊരു ടെൻഷൻ കൂടിയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. നമുക്കറിയാം, 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ മാസം 350 രൂപയും നാട്ടിൽ തിരിച്ചെത്തിയവർ 200 രൂപയും അംശാദായമായി അടച്ചാണ് ഈ പദ്ധതിയെ നിലനിർത്തുന്നത്. മിനിമം 5 വർഷം അംശാദായം അടച്ച് 60 വയസ്സ് തികയുന്നവർക്ക് 3000 മുതൽ 3500 രൂപ വരെ പെൻഷൻ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇടയ്ക്ക് വെച്ച് അംശാദായം അടയ്ക്കുന്നത് നിർത്തിയാൽ അതുവരെ അടച്ച പണം പോലും തിരികെ ലഭിക്കില്ല എന്നൊരു നിബന്ധനയുമുണ്ട് എന്നത് സത്യമാണ്. എങ്കിലും പെൻഷന് പുറമെ മരണാന്തര സഹായം, കുട്ടികളുടെ വിദ്യാഭ്യാസം, പെൺമക്കളുടെ വിവാഹം, അസുഖങ്ങൾക്കുള്ള ചികിത്സാ സഹായം തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ഈ പദ്ധതി വാഗ്ദാനം ചെയ്തപ്പോൾ 8 ലക്ഷത്തോളം ആളുകളാണ് ഇതിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. പെൻഷൻ തുക കൈപ്പറ്റിയതിനു ശേഷം അംഗം മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷന്റെ പകുതി തുക ലഭിക്കുമെന്നതും പലരെയും ഇതിലേക്ക് ആകർഷിച്ചു. മറ്റ് പല പെൻഷനുകളും ഉപേക്ഷിച്ചാണ് പലരും ഈ പദ്ധതിയെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ആ വിശ്വാസത്തിനാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്രവാസി ക്ഷേമനിധി എന്ന ആശയം ആരംഭിച്ചപ്പോൾ അത് ഒരു സാധാരണ പെൻഷൻ പദ്ധതി മാത്രമായിരുന്നില്ല. പ്രവാസികൾക്ക് സ്വന്തം ഭാവിയിലേക്ക് ചെറിയൊരു നിക്ഷേപം നടത്താനുള്ള ഒരു സുരക്ഷിത വാതിലെന്നായിരുന്നു പലരും അതിനെ കണ്ടത്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുന്ന ഒരു സംവിധാനം. മാസം തോറും ഒരു നിശ്ചിത തുക അംശാദായമായി അടയ്ക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നിലവിലെ നിരക്കനുസരിച്ച് 350 രൂപയും വിദേശത്ത് 2 വർഷമോ അതിലധികമോ ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്തിയവർക്ക് 200 രൂപയും അടയ്ക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. അങ്ങനെ വർഷങ്ങളോളം ചെറിയൊരു തുക മാറ്റിവെക്കുന്നു. ചെറിയ തുക, പക്ഷേ വലിയൊരു പ്രതീക്ഷ. കുറഞ്ഞത് 5 വർഷം അംശാദായം അടച്ച് 60 വയസ്സ് പൂർത്തിയാക്കിയാൽ പെൻഷന് അർഹത ലഭിക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന അടിസ്ഥാന ആശയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. 30-ാം വയസ്സിൽ ഒരാൾ പദ്ധതിയിൽ ചേർന്നു, 35 വയസ്സ് വരെ അംശാദായം അടച്ചു, പിന്നീട് നിർത്തി. അപ്പോൾ 60 വയസ്സെത്തുമ്പോൾ നേരത്തെ അടച്ച തുക മാത്രം തിരികെ കിട്ടും എന്നൊരു സാധാരണ നിക്ഷേപ പദ്ധതിയുടെ സ്വഭാവമല്ല ഇതിന്. അംശാദായം തുടർച്ചയായി അടച്ച്, അതായത് 35 വയസ്സിൽ അംശാദായം നിർത്തിയാൽ പിന്നെ പെൻഷൻ കിട്ടുകയില്ല. അത് 60 വയസ്സ് വരെ തുടർന്നുകൊണ്ട് പോവുക തന്നെ ചെയ്യണം. അങ്ങനെ അടച്ച് അംശാദായം തുടർച്ചയായി അടച്ച് പദ്ധതിയിൽ തുടരുക എന്നതാണ് പെൻഷൻ ലഭിക്കുന്നതിന് നിർണായക ഘടകം.
അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഒരു സാധാരണ സേവിങ് അക്കൗണ്ട് പോലെയല്ല. ഇത് ഒരു ദീർഘകാല സാമൂഹിക സുരക്ഷാ കരാറാണ്. പെൻഷൻ മുടങ്ങിയതിൻ്റെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. കഴിഞ്ഞ മെയ് മാസം മുതൽ പ്രവാസി പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ സത്യം. പുതിയ സർക്കാർ, അതായത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പദ്ധതിക്കായി ബഡ്ജറ്റിൽ വക വരുത്തിയിട്ടില്ല എന്ന ആക്ഷേപങ്ങൾ ശക്തമാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് ഓരോ മാസവും 10 കോടി രൂപ വീതം ഗവൺമെന്റ് നൽകിയിരുന്നത് കൊണ്ടാണ് പെൻഷൻ തടസ്സമില്ലാതെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പ്രവാസികൾ അടയ്ക്കുന്ന ചെറിയൊരു തുക കൊണ്ട് മാത്രം ഈ പെൻഷൻ കൊടുക്കാൻ കഴിയയില്ല എന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റ് ക്ഷേമ ബോർഡുകൾക്ക് നൽകുന്നത് പോലെ ഗവൺമെന്റിന്റെ പ്രത്യേക വിഹിതം ഇതിനും ആവശ്യമാണ്. അത് നൽകാം എന്ന കണ്ടീഷനിലാണ് ഈ പദ്ധതി തുടങ്ങിയത് തന്നെ. നിലവിൽ 64 ലക്ഷത്തിലധികം ആളുകൾക്ക് മറ്റ് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ മുടക്കമില്ലാതെ നൽകുന്ന സർക്കാർ എണ്ണത്തിൽ വളരെ പിന്നിലുള്ള പ്രവാസികളുടെ പെൻഷൻ മാത്രം തടഞ്ഞു വെക്കുന്നത് എന്തിനാണ്? 6 ലക്ഷത്തിലധികം പേർ കൃത്യമായി അംശാദായം അടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദുർവിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. പെൻഷൻ മുടങ്ങിയതോടെ പലരും അംശാദായം അടയ്ക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ 1 വർഷത്തിലധികം കുടിശ്ശിക വന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് തന്നെ പുറത്താകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പലരും ഓർക്കുന്നില്ല. ഇത് പ്രവാസികളെ കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തുന്നു. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കഴിഞ്ഞ മെയ് മാസം മുതൽ പ്രവാസി പെൻഷൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ് എന്നതാണ് പ്രവാസി സമൂഹത്തിന്റെ പ്രധാന പരാതി. മാസങ്ങൾ കടന്നുപോയി, പെൻഷൻ കാത്തിരിക്കുന്നവർ ഇന്നും കാത്തിരിക്കുന്നു. ഇതിനിടയിൽ ക്ഷേമനിധി ബോർഡ് അംശാദായമായി ലഭിച്ച തുകയിൽ നിന്ന് 3 മാസത്തെ തുകയിൽ നിന്ന് 1 മാസത്തെ പെൻഷൻ നൽകാൻ ശ്രമിച്ചുവെന്ന വിവരവും പുറത്തു വന്നു. പലർക്കും ഈ 1 മാസത്തെ പെൻഷൻ കിട്ടുകയും ചെയ്തു. എന്നാൽ അതും എല്ലാവർക്കും ലഭിച്ചില്ലെന്ന പരാതികളും ഉയരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, ഒരു സാമ്പത്തിക ചോദ്യം കൂടിയാണ്. പ്രവാസികൾ അടയ്ക്കുന്ന അംശാദായം കൊണ്ട് മാത്രം ഈ പെൻഷൻ പദ്ധതി ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമോ എന്ന്. ഇല്ലെങ്കിൽ അതിനുള്ള സ്ഥിരമായ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഈ പ്രവാസി പെൻഷൻ മുടങ്ങിയതിന്റെ ആഘാതം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സൗദിയിലെ ഒരു ചെറിയ കടയിൽ ജോലി ചെയ്തിരുന്ന രാഘവേട്ടനെ ഒന്ന് നോക്കാം. കഴിഞ്ഞ 30 വർഷമായി ഗൾഫിൽ ചെറിയൊരു ജോലി ചെയ്ത് അവിടുത്തെ ചൂടിലും പൊടിയിലും തളർന്ന നാട്ടിൽ തിരിച്ചെത്തിയ മനുഷ്യനാണ് രാഘവേട്ടൻ. കയ്യിൽ വലിയ സമ്പാദ്യമൊന്നുമില്ല. വാർദ്ധക്യത്തിൽ അത്താണിയായി ഉണ്ടായിരുന്നത് പ്രവാസി പെൻഷനിലെ ആ 3000 രൂപ മാത്രമായിരുന്നു. പെൻഷൻ കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ആ നാളുകളിൽ എല്ലാ മാസവും പെൻഷൻ തുക അക്കൗണ്ടിൽ വന്നു വീഴുന്ന ആ ദിവസം രാഘവേട്ടന്റെ മുഖത്തൊരു തിളക്കമുണ്ടായിരുന്നു. ആ പണമെടുത്ത് നാട്ടിലെ ചെറിയ കടയിൽ പോയി പേരക്കുട്ടിക്കൊരു മിഠായി വാങ്ങി നൽകിയതും തന്റെ പ്രമേഹത്തിനുള്ള മരുന്ന് കൃത്യമായി വാങ്ങിയതുമെല്ലാം അദ്ദേഹം അഭിമാനത്തോടെ ഓർക്കുമായിരുന്നു. അന്ന് രാഘവേട്ടനെ ആ പെൻഷൻ വെറുമൊരു തുകയല്ലായിരുന്നു, മറിച്ച് താൻ ജീവിച്ചു തീർത്ത യൗവനത്തിനുള്ള അംഗീകാരമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 4 മാസമായി ആ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നില്ല. മരുന്ന് തീർന്നു, കടയിൽ കൊടുക്കാനുള്ള പണം ബാക്കിയായി. ഒടുവിൽ ഗവൺമെന്റിന്റെ ഔദാര്യത്തിന് കാത്തുനിന്ന് രാഘവേട്ടന്റെ കണ്ണുകൾ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ മാസം മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ എൻ്റെ സർക്കാരെ, ഞാൻ ഇത്രയും കാലം അടച്ച വിയർപ്പിന്റെ വിലയല്ലേ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ പൊട്ടിക്കരഞ്ഞ ആ കാഴ്ച അതൊരു രാഘവേട്ടന്റെ മാത്രം കണ്ണീരല്ല, മറിച്ച് പ്രവാസി സമൂഹത്തിന്റെ മുഴുവൻ നിസ്സഹായ അവസ്ഥയാണ്. പെൻഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് അത് ഒരു അധിക വരുമാനമായി തോന്നാം. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ ഒരാളോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ പെൻഷൻ 1 മാസം വൈകിയാൽ അത് എന്ത് സംഭവിക്കും? മറുപടി ഒരുപക്ഷെ വളരെ വേദനാജനകമായിരിക്കും. മരുന്ന് വാങ്ങണം, വൈദ്യപരിശോധന നടത്തണം, വീട്ടിലെ വൈദ്യുതി ബിൽ അടയ്ക്കണം, ചെറിയ വീട്ടു ചെലവുകൾ നടത്തണം, മക്കളെ ആശ്രയിക്കാതെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റണം. അവിടെ 2000 രൂപയോ 3000 രൂപയോ എന്നത് വെറും ഒരു സംഖ്യയല്ല, അത് ഒരാളുടെ ആത്മാഭിമാനമാണ്. അത് ഒരമ്മയുടെ മരുന്നാണ്, ഒരച്ഛൻ്റെ ആശുപത്രി യാത്രയാണ്, ഒരു വയോധികന്റെ വീട്ടു ചെലവാണ്, ഒരു കുടുംബത്തിന്റെ അവസാനത്തെ ചെറിയ സുരക്ഷയാണ്. അതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങുമ്പോൾ പ്രവാസികളുടെ മനസ്സിൽ ആശങ്കയുണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രവാസി മെഡിക്കൽ കെയർ, പ്രവാസി ഡിവിഡൻഡ് സ്കീം തുടങ്ങിയ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച മറ്റു പദ്ധതികളുടെയെല്ലാം അവസ്ഥ എന്താകും?
നാളെ ഒരു 10 വർഷം കഴിയുമ്പോൾ പ്രവാസി പെൻഷൻ വാങ്ങേണ്ടവരുടെ എണ്ണം 8 ലക്ഷം കവിയും. ആ സമയത്ത് ഈ 8 ലക്ഷം പേർക്ക് മാസം 3000 രൂപ വീതം കൊടുക്കണമെങ്കിൽ കുറഞ്ഞത് 240 കോടി രൂപയെങ്കിലും മാസം തോറും കണ്ടെത്തേണ്ടതുണ്ട്. ആ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് ആരെങ്കിലും ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? കടം വാങ്ങി എത്ര കാലം ഈ സാമൂഹിക പെൻഷനുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും? സർക്കാർ ഖജനാവിൽ പണം കണ്ടെത്താൻ മെഷീനുകളൊന്നുമില്ല എന്നത് സത്യമാണ്. എന്നാൽ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത, വാർദ്ധക്യത്തിൽ പെൻഷന് വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന പ്രവാസിയുടെ കണ്ണീരിനേക്കാൾ വലിയതാണോ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി? പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കഴിഞ്ഞ മെയ് മാസം മുതൽ പ്രവാസി പെൻഷൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ് എന്നതാണ് പ്രവാസി സമൂഹത്തിന്റെ പ്രധാന പരാതി. മാസങ്ങൾ കടന്നുപോയി, പെൻഷൻ കാത്തിരിക്കുന്നവർ ഇന്നും കാത്തിരിക്കുന്നു. ഇതിനിടയിൽ ക്ഷേമനിധി ബോർഡ് അംശാദായമായി ലഭിച്ച തുകയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ ശ്രമിച്ചുവെന്ന വിവരവും പുറത്തു വന്നു. എന്നാൽ അതും എല്ലാവർക്കും ലഭിച്ചില്ല എന്ന പരാതികളും ഉയരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, ഒരു സാമ്പത്തിക ചോദ്യം കൂടിയാണ്. പ്രവാസികൾ അടയ്ക്കുന്ന അംശാദായം കൊണ്ട് മാത്രം ഈ പെൻഷൻ പദ്ധതി ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ലെങ്കിൽ അതിനുള്ള സ്ഥിരമായ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഈ പദ്ധതിയുടെ തുടക്കത്തിൽ അംഗങ്ങൾ അടയ്ക്കുന്ന അംശാദായത്തിന് ആനുപാതികമായി സർക്കാർ സഹായം നൽകുന്ന ഒരു ക്ഷേമനിധി മാതൃകയാണ് ഉണ്ടായിരുന്നത്. മറ്റ് ക്ഷേമനിധി ബോർഡുകളെ പോലെ അംഗങ്ങളുടെ ചെറിയൊരു സംഭാവനയ്ക്ക് സർക്കാരിന്റെ പിന്തുണ കൂടി ചേരുമ്പോഴാണ് വലിയൊരു സാമൂഹ്യ സുരക്ഷാ സംവിധാനമായി ഇത് വളരുന്നത്. കഴിഞ്ഞ കാലത്ത് ഓരോ മാസവും ഏകദേശം 10 കോടി രൂപ സർക്കാർ സഹായം ലഭിച്ചിരുന്നതായി പറയുന്നു. അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ കോൺഗ്രസ് ഗവൺമെന്റിന്റെ പുതിയ ബഡ്ജറ്റിൽ പ്രവാസി പെൻഷന് വേണ്ടി ആവശ്യമായ തുക വകവരുത്തിയിട്ടില്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. ഇതാണ് പ്രവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കാരണം അംശാദായം അടയ്ക്കുന്നത് പ്രവാസി, പദ്ധതിയിൽ വിശ്വസിക്കുന്നത് പ്രവാസി, പക്ഷേ പെൻഷനുകൾ നൽകാനുള്ള സ്ഥിരമായ സാമ്പത്തിക സംവിധാനം എവിടെയാണ്? ഇവിടെയാണ് ഇന്ന് ഉത്തരം തേടേണ്ട ചോദ്യം. ഇപ്പോൾ മറ്റൊരു ഗുരുതരമായ പ്രശ്നം കൂടി ഉയരുകയാണ്. പെൻഷൻ മുടങ്ങിയതോടെ ചിലർ അംശാദായം അടയ്ക്കുന്നത് നിർത്തിയതായി പറയുന്നു. അത് സ്വാഭാവികമായ പ്രതികരണമാണ്. പെൻഷൻ കിട്ടുന്നില്ലെങ്കിൽ എന്തിനി പണം അടയ്ക്കണം എന്ന ചോദ്യം അവർ ചോദിക്കും. പക്ഷേ ഇവിടെ ഒരു അപകടമുണ്ട്. അംശാദായം ദീർഘകാലം കുടിശ്ശികയായാൽ പദ്ധതിയിലെ അംഗത്വവും ഭാവിയിലെ പെൻഷൻ അവകാശവും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണ്ടത് പ്രവാസികളെ ഭയപ്പെടുത്തുകയല്ല, വ്യക്തമായ ഒരു സർക്കാർ വിശദീകരണമാണ് വേണ്ടത്. അംശാദായം തുടരണോ? കുടിശ്ശിക എങ്ങനെ അടയ്ക്കാം? പെൻഷൻ എപ്പോൾ പുനരാരംഭിക്കും? പദ്ധതിയുടെ ഭാവി എന്താണ്? ഇവയ്ക്ക് ഔദ്യോഗികമായ വ്യക്തമായ മറുപടി നൽകേണ്ട സമയമാണിത്. അനർഹമായ പെൻഷനുകൾ ആധാർ കാർഡും കൃത്യമായ പരിശോധനകളും വഴി ഒഴിവാക്കിക്കൂടെ? അല്ലാതെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലെയുള്ള പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കയ്യടി നേടുമ്പോൾ നിലവിലുള്ള പ്രവാസികളുടെ ചോര നീരാക്കിക്കൊണ്ടുള്ള നിക്ഷേപങ്ങളെ പെരുവഴിയിൽ ഉപേക്ഷിക്കുന്നത് നീതിയാണ്? ഇവിടെ മറ്റൊരു ചോദ്യവുമുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും ഉൾപ്പെടെ 64 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്ന സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതിനായി മാസം ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത സർക്കാരിനുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾക്കും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ പ്രവാസി ക്ഷേമനിധി അംഗങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ അനിശ്ചിതത്വം? പ്രവാസികൾ ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനും വേണ്ടി നൽകിയ സംഭാവന ചെറുതല്ല. വിദേശ നാണ്യം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. അവർ നാട്ടിൽ വരുമ്പോൾ ചെലവഴിക്കുന്നു, വീടുകൾ നിർമ്മിക്കുന്നു, കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. നാട്ടിലെ പല മേഖലകളിലും അവർ പണം എത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തോടെ നിങ്ങളുടെ പെൻഷൻ എപ്പോഴെന്ന ചോദ്യത്തിന് മാസങ്ങളോളം മറുപടി പറയാതിരിക്കുക എന്നത് സ്വാഭാവികമായും വലിയ നിരാശ സൃഷ്ടിക്കും. ഇവയ്ക്ക് ഔദ്യോഗികമായി വ്യക്തമായ മറുപടി നൽകേണ്ട സമയമാണിത്. പ്രവാസികൾ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അവർക്ക് സൗജന്യമായി എന്തെങ്കിലും നൽകണമെന്നല്ല. അവർ വർഷങ്ങളായി അംശാദായം അടച്ചിട്ടുണ്ട്. അവർ ഒരു പദ്ധതിയിൽ വിശ്വസിച്ചാണ് പണം നൽകിയത്. അതിനാൽ അവർക്ക് വേണ്ടത് വിശ്വാസത്തിന് മറുപടി മാത്രമാണ്. പെൻഷൻ പൂർണ്ണമായി നൽകാൻ കഴിയുന്നില്ല എങ്കിൽ സർക്കാർ അത് തുറന്ന് പറയണം. തുക കുറയ്ക്കേണ്ടി വന്നാൽ അതിൻ്റെ കാരണം പറയണം. കുടിശ്ശിക തീർക്കാൻ സമയമെടുക്കുമെങ്കിൽ അതിൻ്റെ സമയക്രമം പ്രഖ്യാപിക്കണം. പദ്ധതി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ അത് പ്രവാസി പ്രതിനിധികളുമായി ചർച്ച ചെയ്യണം.
പക്ഷേ മൗനം മാത്രം ഒരു പരിഹാരമല്ല. മാസങ്ങളോളം മിണ്ടാതിരിക്കുന്നത് ആശങ്കയെ കൂടുതൽ വലുതാക്കുകയേ ഉള്ളൂ. ഒരു പ്രവാസിയുടെ ജീവിതം പലപ്പോഴും നമ്മൾ കാണുന്നതിലും വളരെ വലുതായ ത്യാഗങ്ങളുടെ കഥയാണ്. വർഷങ്ങളോളം കുടുംബത്തിൽ നിന്ന് അകന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ മണ്ണിൽ വിയർപ്പൊഴുക്കി സ്വന്തം മക്കളുടെ ഭാവിക്കായി പണമയച്ച് സ്വന്തം വാർദ്ധക്യത്തിനായി ചെറിയൊരു തുക മാറ്റിവെച്ച് ഒടുവിൽ നാട്ടിലെത്തുമ്പോൾ എനിക്ക് ചെറിയ താങ്ങുണ്ടാകുമെന്ന പ്രതീക്ഷയിലേക്കാണ് പലരും ഈ പദ്ധതിയിൽ ചേർന്നത്. അവരുടെ ആ പ്രതീക്ഷ തകരാൻ പാടില്ല. കാരണം ഇത് വെറും 3000 രൂപയോ അല്ലെങ്കിൽ 3500 രൂപയുടെയോ പ്രശ്നമല്ല. ഇത് വെറും 350 രൂപയുടെ അംശാദായത്തിൻ്റെയും പ്രശ്നമല്ല. ഇത് ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇന്ന് ഒരു പ്രവാസി ചോദിക്കുന്നു, ഞാൻ ഇത്രയും വർഷം അടച്ച പണത്തിന് എൻ്റെ ഭാവി എന്താണ്? മറ്റൊരാൾ ചോദിക്കുന്നു, എനിക്ക് പെൻഷൻ കിട്ടിയില്ല എങ്കിൽ എൻ്റെ മരുന്ന് എങ്ങനെ വാങ്ങും? മറ്റൊരാൾ ചോദിക്കുന്നു, ഇനി അംശാദായം അടയ്ക്കണോ? ഇവരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് സർക്കാരും പ്രവാസ ക്ഷേമനിധി ബോർഡും നോർക്കയും ചേർന്നാണ്. കുടിശ്ശിക തീർക്കണം, പദ്ധതിയുടെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കണം, ഭാവിയിലെ പെൻഷൻ ബാധ്യത എങ്ങനെ നിറവേറ്റുമെന്ന് പറയണം. അംശാദായം അടയ്ക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം. കാരണം പ്രവാസികൾക്ക് വേണ്ടത് വാഗ്ദാനമല്ല, അവർക്ക് വേണ്ടത് ഉറപ്പാണ്. പ്രഖ്യാപനങ്ങളല്ല, പ്രാവർത്തികമായ തീരുമാനങ്ങളാണ്. പുതിയ പദ്ധതികളല്ല, നിലവിലുള്ള പദ്ധതികളുടെ സുരക്ഷയാണ്. ഒടുവിൽ ഒരു കാര്യം മാത്രം, പ്രവാസി ഒരിക്കലും കേരളത്തിന് പുറത്തുള്ള ഒരാളല്ല. അവൻ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. അവൻ്റെ വിയർപ്പിൽ കേരളത്തിലെ അനേകം വീടുകളുടെ വിളക്കുകൾ കത്തിയിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. അവൻ അയച്ച പണത്തിൽ അനേകം കുടുംബങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അവൻ്റെ പ്രതീക്ഷയിലാണ് ഈ ക്ഷേമനിധിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പണം അടച്ചത്. അതുകൊണ്ട് ആ പ്രതീക്ഷയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. പ്രവാസി പെൻഷൻ മുടങ്ങിയത് ഒരു മാസത്തിൻ്റെ വാർത്തയായി മാത്രം കാണരുത്. ഇത് വരും വർഷങ്ങളിലെ ഒരു സാമ്പത്തിക ചോദ്യത്തിൻ്റെ മുന്നറിയിപ്പായി കാണണം. ഇന്ന് പ്രശ്നത്തിന് സ്ഥിരമായ പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ നാളെ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് കൂടുതൽ വലിയൊരു പ്രവാസി സമൂഹമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയുമൊക്കെ പറയുമ്പോഴും പലരുടെയും ഉപദേശം എന്തായാലും അംശാദായം അടയ്ക്കണം എന്നാണ്. പെൻഷൻ കിട്ടിയേക്കാം എന്നാണ് പലരും പറയുന്നത്. കാരണം ഇടയ്ക്ക് വെച്ച് ഈ അംശാദായം അടയ്ക്കുന്നത് നിർത്തിയാൽ അതും നഷ്ടപ്പെടും. എങ്കിലും പ്രവാസി ക്ഷേമനിധി ബോർഡും നോർക്കയും സർക്കാരും ഈ വിഷയത്തിൽ ഇനിയും മൗനം പാലിക്കുന്നത് അംഗീകരിക്കാനാവില്ല. പെൻഷൻ തുക കുറച്ചാണെങ്കിലും പ്രവാസികളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ അധികാരികൾ തയ്യാറാകണം. പ്രവാസികളുടെ വോട്ടും പണവും മാത്രം മതിയോ? അവരുടെ കണ്ണീരും കാണാൻ ആളില്ലേ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? പ്രവാസി പെൻഷൻ ഉടൻ പുനഃസ്ഥാപിക്കണോ? അംശാദായം അടയ്ക്കുന്നവർക്ക് സർക്കാർ കൂടുതൽ സാമ്പത്തിക സഹായം നൽകണോ? അതോ പദ്ധതിയുടെ സാമ്പത്തിക ഘടന തന്നെ പുനഃസംഘടിപ്പിക്കണമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഒരു പ്രവാസി സുഹൃത്തിൻ്റെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ ഷെയർ ചെയ്യുവാനും മറക്കരുത്. കാരണം ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.